രാത്രി കൊണ്ട് ബാംഗ്ലൂരിലെ ഒരു യുവതി കോടീശ്വരിയായി മാറി. ഒറ്റ രാത്രി ഇരുട്ടി വെളുപ്പിച്ചപ്പോഴേക്കും തന്റെ പേരിലേക്ക് എത്തിയ കോടിക്കണക്കിന് സ്വത്തുക്കൾ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആ യുവതി. മരിച്ചുപോയ മുത്തശ്ശൻ തലവര മാറ്റിയ ആ പെൺകുട്ടിയുടെ കഥ പറയാം. മുത്തച്ഛന്റെ മറവി കോടീശ്വരിയാക്കിയ ഒരു യുവതിയുടെ കഥ വൈറലാകുകയാണ്. മുത്തച്ഛന്റെ ഓഹരി വിവരം കണ്ടെത്തിയതോടെ ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരിയായി മാറിയിരിക്കുകയാണ് കൊച്ചുമകൾ. ബംഗളൂരു സ്വദേശിനിയായ പ്രിയയെയാണ് ഈ അപൂർവ ഭാഗ്യം തേടിയെത്തിയത്. ഇതിനു കാരണക്കാരനോ മുത്തച്ഛനും. ഈ കോടീശ്വരിയുടെ കഥ തുടങ്ങുന്നത് ലോക്ക്ഡൌൺ കാലഘട്ടത്തിലാണ്. ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോഴാണ് മുത്തച്ഛന്റെ സമ്പാദ്യത്തെക്കുറിച്ച് പ്രിയ തേടിപ്പോകുന്നത്. മുത്തച്ഛൻ മരിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും അദ്ദേഹത്തിന്റെ ഓഹരികളെക്കുറിച്ചൊന്നും ആർക്കും വലിയ വിവരമൊന്നുമില്ല. മരിക്കുന്നതിന് മുമ്പ് തന്നെ മുത്തശ്ശന്റെ മറവി രോഗം ഈ സ്വത്തിനെ കുറിച്ചുള്ള ഓർമ്മയും എടുത്തു കളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പ്രിയ മുത്തശ്ശന്റെ പഴയ ചില ഓഹരി രേഖകൾ കണ്ടെത്തുന്നത്. L&T എന്ന ബ്ലൂ ചിപ്പ് നിർമ്മാണ കമ്പനിയിൽ നിന്നുമുള്ള 500 ഓഹരികളാണ് പ്രിയയുടെ മുത്തച്ഛൻ വാങ്ങിയിരുന്നത്. പുള്ളിക്കാണെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും ഒരു ഓർമ്മയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ മുത്തശ്ശന്റെ മരണത്തോടെ ഈ ഓഹരികളുടെ എല്ലാം ഏക അവകാശിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ പ്രിയ. റിപ്പോർട്ടുകൾ പ്രകാരം ബോണസ് ഷെയറുകൾ ഉൾപ്പെടെ 4500ഓളം ഓഹരികൾക്ക് പ്രിയ അർഹയായി മാറിയിരിക്കുന്നു. 2004 മുത്തശ്ശൻ വാങ്ങിയ ഈ ഓഹരികളുടെ മൂല്യം കാലക്രമേണ വർദ്ധിച്ച് നിലവിൽ ഏകദേശം 1.72 കോടി രൂപയായിരിക്കുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അവകാശിയായി മാറിയ വാർത്ത പ്രിയയ്ക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. എന്നാൽ ഓഹരിയുടെ മൂല്യം നേടുക അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നാണ് ഇവർ പറയുന്നത്. മുത്തശ്ശൻ മരണപ്പെട്ടതിനാൽ തന്നെ രേഖകളുടെ സാധുത പരിശോധിക്കുന്നതിനും ഉറപ്പുവരുത്തുന്നതിനുമുള്ള നടപടിക്രമങ്ങൾക്കായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രിയ നേരിട്ടിട്ടുണ്ട്. തുടർന്നാണ് നിക്ഷേപങ്ങൾ വീണ്ടെടുക്കുന്നതിന്റെ നിയമവശങ്ങളിൽ വിദഗ്ധരായ ഷെയർ സമാധാൻ എന്ന കമ്പനിയെ പ്രിയ സമീപിക്കുന്നത്. ഓഹരികളുടെ എണ്ണം കൂടുതലായിരുന്നതുകൊണ്ടും വേണ്ടത്ര രേഖകൾ ഇല്ലാതിരുന്നതിനാലും നിക്ഷേപത്തിന്റെ വീണ്ടെടുക്കൽ പ്രയാസകരമായിരുന്നുവെന്ന് തങ്ങൾക്ക് അറിയാമായിരുന്നുവെന്നാണ് ഈ വിഷയത്തിൽ കമ്പനി അധികൃതർ തുറന്നു പറഞ്ഞത്. നിയമം വഴി ഓഹരി രേഖകളുടെ സാധുത ഉറപ്പിക്കുകയായിരുന്നു ആദ്യ കടമ്പ. പിന്നെ ഷെയർ സമാധാൻ L&T കമ്പനി അനധികൃതമായി ചേർന്ന് പ്രിയയുടെ KYC പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ മുത്തശ്ശന്റെ രേഖകളിലെ പേരും ഷെയർ സർട്ടിഫിക്കറ്റിലെ പേരും തമ്മിൽ വ്യത്യാസം കണ്ടെത്തിയതിനെ തുടർന്ന് അത് പരിഹരിക്കുന്നതിനായി സത്യവാങ്മൂലം ആവശ്യമായി വന്നു. ഓഹരികളുടെ മൂല്യം വളരെ വലുതായതിനാൽ ബോണ്ടിൽ ഒപ്പുവെക്കുന്നതിനായി അകന്ന ഒരു ബന്ധുവിന്റെ സഹായവും പ്രിയയ്ക്ക് ആവശ്യമായി വന്നു. ഇങ്ങനെ 1 വർഷം നീണ്ട നടപടിക്രമങ്ങൾക്കൊടുവിലാണ് പ്രിയയ്ക്ക് ഓഹരിയുടെ നിലവിലെ മൂല്യം നേടാനായത്. അതോടെയാണ് പ്രിയ കോടീശ്വരിയായി മാറുന്നതും. ഇങ്ങനെ ഒരു മുത്തശ്ശൻ നമുക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്നില്ലേ? ആയ കാലത്ത് അവരൊക്കെ എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് ഈ കഷ്ടപ്പാടുകളൊന്നുമില്ലായിരുന്നുവെന്ന്. പക്ഷേ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മളൊക്കെ വിചാരിച്ചാലും പണം ഉണ്ടാക്കാവുന്നതേയുള്ളൂ. പ്രിയയുടെ മുത്തശ്ശൻ വാങ്ങിക്കൂട്ടിയ ഓഹരിയാണല്ലോ അവളെ കോടീശ്വരിയാക്കി മാറ്റിയത്. അത് എന്താണെന്ന് കൂടി പറയാം. ഓഹരി വിപണി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഓഹരി വിപണിയിൽ കമ്പനികളുടെ പ്രവർത്തനത്തിനായുള്ള മൂലധന സമാഹരണമാണ് പ്രധാനമായും നടക്കുന്നത്. ഇത് പല രീതിയിൽ നടത്താനാകും. പ്രധാനമായും ഓഹരി അധിഷ്ഠിതമായ മൂലധന സമാഹരണമാണ്. കടപ്പത്രങ്ങളിലൂടെയും ഇത് സാധ്യമാണ്. കമ്പനി ധനകാര്യ വിപണിയിലേക്ക് ആദ്യമായി ഇറങ്ങുമ്പോൾ വില നിശ്ചയിക്കുന്നത് അവർ തന്നെയാണ്. ഇതാണ് പ്രാഥമിക ഓഹരി വിപണിയിലെ മൂലധന സമാഹരണം. എന്നാൽ ദ്വിതീയ വിപണി അഥവാ സെക്കൻഡറി മാർക്കറ്റിൽ ആ കമ്പനി ഓഹരികളുടെ ഡിമാൻഡും സപ്ലൈയുമാണ് വില നിശ്ചയിക്കുന്നത്. കമ്പനിയുടെ പ്രകടനം, പ്രവർത്തന ചരിത്രം തുടങ്ങിയ വിവിധ ഘടകങ്ങൾ ഇവിടെ പ്രസക്തമാണ്. ഓഹരികൾ എപ്പോൾ വേണമെങ്കിലും വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യാൻ ഇവിടെ അവസരമുണ്ട്. ഓഹരികൾ 2ാം ഘട്ടത്തിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഒക്കെ ലിസ്റ്റ് ചെയ്ത ശേഷം അവയിലൂടെയാണ് എപ്പോൾ വേണമെങ്കിലും വിൽക്കാനും വാങ്ങാനും ഒക്കെ അവസരം ഒരുക്കുന്നത്. ഓഹരി വാങ്ങുക എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഉടമസ്ഥതയിൽ പങ്കാളിയാകുക എന്നതാണ് അർത്ഥം. കമ്പനിയുടെ ലാഭത്തിനനുസരിച്ച് ഓഹരിയുടെ മൂല്യം ഉയരുന്നു, ഒപ്പം ലാഭവിഹിതവും കിട്ടും. അതേസമയം കമ്പനി നഷ്ടത്തിലായാലോ അത് നമ്മുടെ ഓഹരിയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഒരു ഓഹരിയിൽ നിക്ഷേപിക്കുമ്പോൾ നിക്ഷേപകന്റെ ഉത്തരവാദിത്തം കൂടുന്നു എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ദീർഘകാല കാഴ്ചപ്പാടോടെ ഓഹരിയെ സമീപിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഓഹരി വിപണിയെക്കുറിച്ച് എന്തൊക്കെ അറിയാം? നിങ്ങൾ ഇതിൽ നിക്ഷേപം നടത്താറുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം എന്താണ്? ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ അറിവുകളും ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് പ്രിയയെ കോടീശ്വരിയാക്കിയ ഓഹരി വിപണിയുടെ വിജയത്തിന്റെ കഥ എല്ലാവരിലേക്കും എത്താനായി ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.